നമസ്കാരം. അപ്പോൾ നമുക്ക് ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡാണ്. എന്തിനാണ് ഈ മനുഷ്യൻ ഇവിടെ ശനി ഞായറും വന്ന് മനുഷ്യനിങ്ങനെ വെറുപ്പിക്കുന്നത്? ഈ മനുഷ്യനെ മാറ്റി വല്ല പൃഥ്വിരാജിനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാന്യം മര്യാദയായിട്ട് അദ്ദേഹം സംസാരിക്കും, മുഖം നോക്കാണ്ട് സംസാരിക്കും. പോരാത്തതിന് പൃഥ്വിരാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് പിടിയനുമല്ല. മോഹൻലാൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യാ പെണ്ണുങ്ങളെ പേര് വിളിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോട ഒരു പാത്രം വെച്ച് ഇങ്ങനെ തേനിങ്ങനെ ഇങ്ങനെ ഒല്ലിക്കും. രശ്മി, ജാസ്മീൻ, ശ്രീലത, പിന്നെ ആൻസിബ എന്നൊക്കെ വിളിക്കുന്ന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഹ്, മോഹൻലാലിൻ്റെ ഒരു പഞ്ചാര. നാണങ്ങളൊക്കെ വിളിക്കുന്നതോ ജിൻഡോ. എപ്പോൾ വന്നാലും ജിൻഡോനെ കളിയാക്കും. കുറച്ച് ജനപിന്തുണ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിന് കണ്ണ് ഇഷ്ടം കണ്ടുകൂടാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ റോബിൻ ഔട്ടാവുന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് ഹഗ് ചെയ്യാനോ മൂപ്പര് നിന്നില്ല. മൂപ്പർക്ക് ഒരു ജനപിന്തുണ അവർക്ക് ഉണ്ട് പുറത്തുനിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് കുശുമ്പ. അതേപോലെ തന്നെയായിരുന്നു രഞ്ജിത്ത് കുമാറിനെയും മൂപ്പര് കാണിച്ചത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജിൻഡോനെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കാണിക്കുന്നത്. എന്ത് ചെയ്താലും ജിൻഡോയ്ക്ക് ഇല്ലാത്ത കുറ്റമില്ല. എല്ലാം ജിൻഡോ ജിൻഡോ ജിൻഡോ. അവിടെയുള്ള മത്സരാർത്ഥികളും ജിൻഡോ എന്നെ ചെയ്തു, ജിൻഡോ അങ്ങനെ ചെയ്തു, എൻ്റെ മുടി പിടിച്ച് വലിച്ചു, ജിൻഡോ എന്നെ നുള്ളി, ജിൻഡോ കാക്ക എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടത്. പിന്നെ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ജിൻഡോൻ്റെ മെത്തി കയറും, ഒപ്പം നമ്മുടെ ലാലേട്ടനും കയറും. അപ്പോൾ ഒരു മത്സരാർത്ഥി എങ്ങനെയാണ് മനസ്സമാനത്തോടെ നിന്ന് കളിക്കുക? ജിൻഡോ കാക്കയ്ക്ക് ഭയങ്കര ആരോഗ്യമാണ്. ഞങ്ങളിവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശക്തിയുള്ള ആളാണ്, ശക്തിമാനാണ് ആ പാവം എന്ന് പറയുന്നത്. എന്നിട്ടാണ് ആ പാവം ആ ഗബ്രി കഴുത്ത് പിടിച്ച് ഞെരിച്ച് ചോട്ടിൽ കൊണ്ട് വെച്ചിട്ട് അതിന് ശ്വാസം വിടാണ്ട് അത് 10 മിനിറ്റ് വരെ അതവിടെ മാനസികമാക്കി നക്ഷത്രം എണ്ണിയിരുന്നതാണ്. അപ്പോൾ എന്തുണ്ടായാലും ജിൻഡോൻ്റെ മെത്തിക്ക് കയറുക. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത സീസണിലെങ്കിലും മോഹൻലാൽ നീ വരരുത്, നീ വല്ല സിനിമ പോയി അഭിനയിക്കുക. സത്യസന്ധമായി മുഖം നോക്കാണ്ട് സംസാരിക്കുന്ന ഒരു ആങ്കർ വേണം. സുകുമാരൻ്റെ സ്വഭാവം കുറേ പൃഥ്വിരാജിന് കിട്ടിയിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും. അതുപോലെ തന്നെ കുറേ ആൾക്കാരുടെ അഭിപ്രായം അത് തന്നെയാണ് ഈ ഇങ്ങേര് വരണം എന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്താണ്, നമ്മുടെ 11 ഏറ്റവും ലാസ്റ്റ് നിന്നോടുന്നത് റസ്മിനാണ്. അതിൻ്റെ താഴെ റസ്മിൻ്റെ താഴെ നേരെ നിന്നോടുന്നത് അഭിഷേക് കെ. അപ്പോൾ അഭിഷേക് കേനെയാണ് ഇപ്പം ഇന്ന് ഔട്ടാക്കുന്നത്. അപ്പോൾ റസ്മിനെ അവർ സേവ് ചെയ്തു. ഒട്ടിൽ ഏറ്റവും ബേക്കാടുന്നു, ആർക്കും ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥിയാണ്. അപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തപ്പോൾ മോഹൻലാലിന് ഒന്നും കൂടി സന്തോഷമായി. ഈ അഭിഷേക് കേനെ കുറിച്ചിട്ട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ആളൊരു ഒരു മത്സരാർത്ഥി അല്ല, ബിഗ് ബോസ് പ്രൊഡക്റ്റ് അല്ല. വന്ന അന്ന് മുതൽ ഇന്ന് വരെ മൂപ്പരൊന്നും കളിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ LGBT ആണ് അദ്ദേഹം എന്നുള്ളത് നമ്മൾ വളരെ വൈകി അറിയുന്നത്. എന്നിരുന്നാലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ മൂപ്പര് വളരെ ജെന്റിൽമാനാണ്. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു നൈസർഗിക ഭാവമൊന്നും മൂപ്പരിൽ നമ്മൾ കണ്ടില്ല. ഒരു പെണ്ണിൻ്റെ ഭാവമൊന്നും മൂപ്പരിൽ കണ്ടില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഭാവം മൂപ്പര ചുണ്ടിലും മനസ്സിലും അതുപോലെ തന്നെ മുഖത്തും വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ബലം കിട്ടണില്ല. എന്തായാലും ഒരു ബലയാട് എന്തായാലും വേണമല്ലോ. അതിനെ പിടിച്ച് പുറത്താക്കി. അപ്പോൾ അതിനെതിരെ ഒരുപാട് ആൾക്കാർക്ക് വിമർശനമുണ്ട്. അദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കിയത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരെ നിങ്ങൾ നിലനിർത്തേണ്ടായിരുന്നു. ഈ റസ്മിനെ പോലെ ഒരു കളിയും കളിക്കാത്ത ആൾക്കാർ ഈ ജാസ്മിനും ഗബ്രിക്കും വേണ്ടി ചൂട്ട് പിടിച്ച് നടക്കുന്ന ആളെ ഒരു കാര്യമില്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ നിലനിർത്തി. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാപ്റ്റനായി. ഇനി ഈ ആഴ്ച എന്തൊക്കെ നമ്മുടെ ജിൻഡോ അനുഭവിക്കേണ്ടി വരുന്നു യാതൊരു പിടുത്തമില്ല. എന്തായാലും അങ്ങനെയായി. പിന്നെ ഈ മോഹൻലാൽ ഒരുപാട് ജാസ്മിനെ തലയിൽ വെച്ചു. അപ്പോൾ തലയിൽ കയറ്റി വെച്ചപ്പോൾ എന്തുണ്ടായി, അവൾ മോഹൻലാലിൻ്റെ തലയിൽ ഒന്ന് തൂറി. ഇപ്പോൾ ഇന്നലെ തന്നെ മോഹൻലാൽ പറഞ്ഞിട്ടാ, അതെ റൂം വൃത്തിയാവാണ്ട് നിങ്ങൾ പുതപ്പും കിതപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ അവിടെ വലിച്ചു വാരി ഇടണേൽ ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്. കാരണം എന്താ, അവൾ രാക്ഷസീനെ പോലൊരു നോട്ടം നോക്കി മോഹൻലാലിനത് മനസ്സിലായി. അങ്ങേർക്കത് ആവശ്യമാണ്. ജാസ്മിൻ എന്ന് വിളിക്കുന്നോടത്ത് ജാസ്മിൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നോടത്ത് വായക്കൂടെ തേനും പാലും 100 ഒഴുകല്ലേ. മൂപ്പര് ഏത് പോസ്റ്റും കാലം ഒരു സാരി കൊണ്ടുവച്ചില്ല അത് പിടിച്ച് പൊന്തിച്ച് നോക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഇത് പറയില്ല. വ്യക്തിപരമായിട്ടാണ് ഞാൻ മോഹൻലാലിനെ വ്യക്തിപരമായിട്ടാണ് മൂപ്പര് വന്നിട്ട് ആങ്കർ ചെയ്തത്. മൂപ്പര അഭിനയം എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. മോഹൻലാലിനും എനിക്ക് ഇഷ്ടമാണ്. മോഹൻലാലിൻ്റെ ഫാൻ തന്നെയാണ് ഞാൻ. പക്ഷേ എത്ര ഫാനായാലും എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ
തെറ്റ് കണ്ടാൽ നമ്മൾ പറയണം, ചൂണ്ടിക്കാട്ടണം. അതിപ്പോൾ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും നമ്മൾ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. അത് നമ്മുടെ ഒരു സത്യസന്ധമായി സംസാരിക്കുന്ന വ്ളോഗ് ചെയ്യുന്ന ഒരാളുടെ വ്ളോഗറുടെ അവകാശമാണത്. അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ ഇവിടെ വന്ന് നിന്ന് ചെയ്യുന്നതൊന്നും നേരെ ചുവയുള്ള പരിപാടിയില്ല. അപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ നമ്മുടെ അൻസിബ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2 പടത്തിൽ അഭിനയിച്ച ഒരു മോളായിട്ട് അഭിനയിച്ചതല്ലേ. ആ കുട്ടി അവിടെ നിന്ന് അടുക്കളയിൽ എന്തെല്ലാം ബഹളങ്ങൾ, എന്തെല്ലാം പണികൾ ചെയ്യുന്നത്, ഏത് നേരം അടുക്കളയിലാണ്. അതിനെല്ലാവരും സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം ചോദിച്ചില്ല. ഇന്ന് ചോദിക്കുകയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അൻസിബേനെ മൂപ്പർക്ക് അത്രയാണ് പിടുത്തമില്ല. എന്താ വല്ല പൈസ കൂടുതൽ ചോദിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും. അതാവും അൻസിബതിൻ്റെ ഉള്ളിൽ വന്നതും അൻസിബേനെ അധികം കാര്യങ്ങൾ ചോദിക്കാനായിട്ട് എണിപ്പിക്കുന്നുമില്ല, അധികം കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. ആകെ ഒരു പ്രാവശ്യമുണ്ട് ജോർജ് കുട്ടി അവിടെ ഇല്ലേ എന്നൊരു വാക്ക് മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ ഒരു സ്നേഹാക്രാവനോട് ഇല്ല. ഇപ്പോൾ ജാസ്മിൻ ആക്രാവൻ എന്തൊക്കെ എന്നാലേ പറഞ്ഞു, അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നില്ല. അതുപോലെ തന്നെ ജിൻഡോ കാക്കയുടെ ജയിലിൽ കിടന്നുള്ള സംഭവങ്ങൾ, ജിൻഡോ കാക്കനെ അടിച്ചു, ജിൻഡോ ആകെ വിഷമത്തിൽ നടന്നത്, അതിനെ പറ്റിയും ചോദിക്കുന്നില്ല. പിന്നെ ഈ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൂപ്പർ ക്യാപ്റ്റൻ, മറ്റേ ക്യാപ്റ്റൻ, മറിച്ചേ ക്യാപ്റ്റൻ, ഇനി ഇതിലും വലിയൊരു ക്യാപ്റ്റൻ ഇല്ല. അവാർഡ് കൊടുത്തു, ലോക അവാർഡൊക്കെ കൊടുത്തു. ലോക കൂതറയാണ്. ഈ ജിൻഡോനെ ഇതിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ ജിൻഡോനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അവരെ കൂടെ കൂടിയിട്ട് ഈ ഗീതു നിന്നുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ പക്ഷേപാതം ഒരുപാട് അവളവിടെ കാണിച്ചിട്ടുണ്ട്. അന്ന് രാത്രിയിലുണ്ടായ സംഭവത്തിൽ അവൾ വന്ന് കൂട്ടുനിന്ന ആർക്കാണ്? ജാസ്മിന്. ജിൻഡോ അവിടെ നിന്നിട്ട് അവിടെ അവൾക്ക് കിടക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വലിയ സർക്കസൊക്കെ കാണിക്കുന്നായിരുന്നു. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് വലിയ ഇതൊന്നായിട്ട് തോന്നിയില്ല. നമ്മുടെ മോഹൻലാൽ വന്നിട്ട് അവളെ ഇത് മലയാള ബിഗ് ബോസാണ്, ഇവിടെ തമിഴ് പറയേണ്ട യാതൊരു കാര്യമില്ല. മോഹൻലാൽ തമിഴ് എല്ലാവരും പഠിപ്പിക്കാൻ നിൽക്കുക. ഇനിയിപ്പോൾ നാളെ മുഴുവൻ എല്ലാവരും തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ തന്നെയല്ലേ വന്ന് തമിഴ് പറയാൻ വന്നിട്ട് പഠിപ്പിച്ചത്. ഇതൊന്നും തന്നെ ഈ തമിഴ് പറയുന്ന ആൾക്കാർ നന്നായി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് മലയാളം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് എടുത്താൽ പോരെ. കേരളത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്യുക. കേരളത്തിലുള്ള ഒരു ഇതൊക്കെ അത് വല്ല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊന്നും ഇവിടെ കൊണ്ടുവന്ന് ബിഗ് ബോസിലിട്ടിട്ട് ഈ വക മനസ്സിലാവാത്ത തമിഴും മനസ്സിലാവാത്ത ഒരു ഇംഗ്ലീഷും കേട്ടിട്ട് നമുക്കൊന്നും ഉണ്ടാവില്ല. അതിന് പ്രൊമോട്ട് ചെയ്യാൻ ലാലേട്ടന് നിൽക്കുക. അപ്പോൾ അതൊക്കെ വളരെ മോശമായുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ജിൻഡോനെ ഒറ്റപ്പെടുത്താനായിട്ട് നമ്മുടെ സിജോ നിൽക്കുന്നുണ്ട്. സിജോ ഇന്നലെ പറഞ്ഞത് മുഴുവൻ ജിൻഡോനെ കുറ്റമാണ് പറഞ്ഞത്. നമ്മുടെ സിജോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിയ സപ്പോർട്ട് കിട്ടുമ്പോൾ വലിയ സഹതാപ തരംഗം കിട്ടുന്നൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് തീപ്പന്താന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവനൊരാൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവന് കളിക്കാനും അറിയില്ല, ഒരു വാഴയായിട്ട് ഇരിക്കുക. അപ്പം ഇനി ജിൻഡോനെ കുറ്റം പറഞ്ഞ് 4 പേര് അവനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി അവൻ ഇന്നലെ കളിച്ചത് അത് വളരെ മോശമാണ്. പിന്നെ പോയൊരു വാഴേനെ സ്മാർട്ടല്ല ഓവർ സ്മാർട്ടായുള്ളൊരു വാഴേനെ ഇന്നലെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇത് വൈൽഡ് കാർഡാണോ, അത് മത്സരാർത്ഥിയാണോ, അത് ചലഞ്ചറാണോ? ഒന്ന് പറഞ്ഞു തരും ബിഗ് ബോസ്. 1 ദിവസമാണോ 2 ദിവസമാണോ 3 ദിവസമാണോ ഈ മനുഷ്യതിൻ്റെ ഉള്ളിൽ ഒരു പ്രാവശ്യമൊക്കെ എടുത്ത് ഛർദ്ദിച്ച് തന്നെ പിന്നെയും ഈ ബിഗ് ബോസ് എടുത്ത് തിന്നണ്ട വല്ല കാര്യമുണ്ടാ? ബിഗ് ബോസ് എൻ്റെ നാട്ടിൽ വേറെ ആണുങ്ങളില്ലേ? നല്ല അന്തസ്സുള്ള ആണുങ്ങളില്ലേ? ഈ എൻ്റർടൈൻമെൻറ്റ് കളിക്കാൻ വന്ന നമ്മുടെ ആത്മാർത്ഥ മിത്രമായ സിബിൻ പോയപ്പോൾ അതിന് പകരം കൊണ്ടുവന്നിട്ടുള്ള ഈ കൂതറേനെയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന വഴിക്ക് തന്നെ എൻ്റെ പോയിന്റ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വന്ന് മുഖം മൂടിയൊക്കെ അഴിച്ച് ഇത് രതീഷ എന്ന് അറിഞ്ഞ വഴിക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന കെട്ടിപ്പിടുത്ത രാജകുമാരി നമ്മുടെ ജാസ്മിൻ. ഇതിനു മുമ്പ് അപ്പോൾ അവന് നന്നായി ഇറുക്കി പിടിച്ചു. കിട്ടിയ ചാൻസ് മൂപ്പരും മുതലാക്കി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കെട്ടിപ്പിടുത്തം കഴിഞ്ഞപ്പോൾ ഗബ്രിയുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അവൾ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കുകയും പ്രേമിക്കും. അത് അവളുടെ ജന്മാവകാശമാണ്. നമ്മളതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരുമല്ല. പിന്നെ ഈ രതീഷിനെ നമ്മുടെ ജാൻമണി ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയത്. എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, ഇവനാരാ മര്യാദരാമനാ. ഇവനങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ അവനോട് ഒലിച്ചു പോയി. എന്തൊക്കെ ബഹളമായിരുന്നു ഇന്നലെ. അപ്പോൾ 5 മിനിറ്റ് 2-3 മിനിറ്റ് വരെ കെട്ടിപ്പിടിച്ചപ്പോൾ ജാസ്മിൻ കെട്ടിപ്പിടിച്ചപ്പോൾ നല്ല സുഖം തോന്നി അമ്മോനെ നിനക്ക്. അപ്പോൾ ഈ ഛർദ്ദിച്ചത് ഭക്ഷണം കഴിക്കുന്ന പരിപാടി നിർത്തുക. ഇവൻ ചലഞ്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവനേക്കാളും നല്ല ചലഞ്ചർ അവിടെ ഉണ്ട്. ഇവൻ വലിയ മത്സരാർത്ഥിയും അല്ല, ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റും അല്ല.
അതുകൊണ്ടാണല്ലോ ജനങ്ങൾ അവനെ പുറത്താക്കിയത്. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരാളെ കൊണ്ടുവന്ന് വീണ്ടും ഞങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കുന്ന ബിഗ് ബോസ് നീ മര്യാദയ്ക്ക് ബിഗ് ബോസ് ഷോ കളിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, TRP എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഓരോരുത്തരെ പോയോരെ മുഴുവൻ വീണ്ടും കൊണ്ടുവന്നതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാണിക്കാൻ നിൽക്കേണ്ട കാര്യം. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങൾ ഇവരൊക്കെ പുറത്താക്കിയത്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് സീസൺ 5 വരെ ഒരുപാട് മത്സരാർത്ഥികൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞാൻ ഇരുന്ന് ഇരിപ്പിൽ ഈ കക്കൂസിൽ പോയ കാര്യം കൊണ്ടുവന്നിട്ട് അവളുടെ നഗരെന്നെ കടിച്ച് തുപ്പി അവിടെ കളഞ്ഞത് എല്ലാവരും കണ്ടതാ. അതിനെപ്പറ്റി ഒരു വാക്ക് ഈ വൃത്തിയില്ലാത്തവളോട് ഈ മൂതവിയോടൊന്ന് ചോദിക്കാൻ ആരെന്ന് തോന്നണില്ലല്ലോ. അപ്പോൾ അവൾ ചെയ്യണതെല്ലാം അവിടെ വളരെ നല്ല കാര്യങ്ങളാണ്. അവളും അതുപോലെ തന്നെ ഗബ്രിയും എന്ത് ചെയ്താലും ഒരു പ്രശ്നം ലാലേട്ടനും ഇല്ല, ബിഗ് ബോസിനും ഇല്ല. ഇപ്പോൾ ഹൻസിബ തന്നെ അടുക്കളയിൽ ഇത്രയും പണികൾ അവിടെ കിടന്ന് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ പുതുമോടി പോലെ ഗബ്രി ആയിട്ടിരുന്ന് സംസാരിക്കുന്നു. ഗബ്രിയെ ഞാൻ എൻ്റെ നന്നായി കളിക്കുന്നില്ല, എന്നെ എല്ലാവരും എന്താ ടാർഗറ്റ് ചെയ്യുന്നു, എൻ്റെ നല്ല ഗെയിമല്ലേ എന്നൊക്കെ ചോദിച്ച് അവരുടെ പഞ്ചാര അടിച്ചിരിക്കുക. അവിടെ അടുക്കളയിൽ കിടന്ന് കടുക് വറുക്കുക, ചപ്പാത്തി വരത്തുക, കറികൾ ഉണ്ടാക്കുക. ഇവള് തിരിഞ്ഞു നോക്കില്ല കള്ളി. അപ്പോൾ ഇവളെന്താ പറയണത്, എന്നെ ആവശ്യമുള്ളപ്പോൾ മുഴുവൻ എന്നെ വന്ന് വിളിക്കണമെന്ന്. എന്താ ഇവള് ഹൻസിബയുടെ അമ്മായിമ്മയാണ് അവള്. അപ്പോൾ അങ്ങനെ ഒരു അമ്മായിമ്മ കളീനെ അവൾക്ക്. അവളെ കൂടെ സംസാരിക്കണമെങ്കിൽ ഹൻസിബ ചെയ്യുന്ന പോലെ ചെകിട്ട് പൊക്കി 4 പറയാനുള്ള വർത്താനമുള്ള മുഖത്തോക്കി പറഞ്ഞ് ചെകിട്ട് പൊത്തി വല്ല ബാത്റൂമിലും പോയിരിക്കുക. അവിടെ കിടന്ന് പിന്നെ ഈ സാധനം ചലച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇവള് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഇവളൊന്നും സംസാരിക്കും. അത്രയും സ്റ്റാമിന അവൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബിഗ് ബോസിൽ കൊണ്ടുവരാനുള്ള ആൾക്കാർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലഞ്ചേഴ്സിനെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പകരമാണ് ഇപ്പോൾ ഈ സാധനത്തിനെ കൊണ്ടുവന്നത്, ഈ രതീഷ് എന്ന് പറഞ്ഞ സാധനത്തിന്. ഇനിയിപ്പോൾ ചലഞ്ചേഴ്സ് ഇല്ല, ഇനി പത്രക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല ടാസ്കുകളും കളിക്കുമ്പോൾ പലർക്കും പല അപകടം പറ്റും. അതിലൊന്നും മറ്റ് മത്സരാർത്ഥികളെ ഈ മത്സരാർത്ഥികൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ടാസ്ക് കളിക്കാനേ വന്നു നോക്കുന്നത്. അവരെല്ലാവർക്കും ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ബിഗ് ബോസ് കളി തുടങ്ങിയ അന്ന് മുതലൊക്കെ കണ്ട ഓതറകളല്ലേ നിങ്ങൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പിച്ചി മാന്തി എന്നെ ഇവിടെ വേദനെടുത്തു, എൻ്റെ മുടി വേദനെടുത്തു, എൻ്റെ മറ്റോടത്ത് കയറി ചവിട്ടി എന്നൊക്കെ പറയണതിൽ നാണക്കേട്. അതൊക്കെ ഞങ്ങളിങ്ങനെയുള്ള നിങ്ങൾക്കുള്ള വളരെ ടഫ് ടാസ്കുകൾ തരുമ്പോൾ അത് ഞങ്ങൾ ആസ്വദിച്ചിരിക്കുക. അത് നിങ്ങളങ്ങനെ കളിക്കണം എന്നുള്ളത്. അതിന് കളിക്കാനായിട്ട് അവധിയില്ലാത്ത ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഒരു കട്ടിലിട്ട് അവിടെ കിടന്നാൽ പോരെ. മക്കളെ, നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസിലേക്ക് വന്ന് നാറാൻ നിൽക്കുന്നത്? ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ജിൻഡോയിലും തട്ടിയുള്ള ആൾക്കാർ വരും. അവരെ കൂടെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട. അപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ ഈ ശരണ്യ പറഞ്ഞിട്ട് ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങൾക്ക് സ്ട്രെങ്ത് കുറവാണ്. ആണുങ്ങളെ ബലം മുഴുവൻ എടുത്തിട്ട് ആ പെണ്ണുങ്ങളെ മേത്തേക്ക് കെട്ടി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ഞങ്ങൾക്ക് പുറത്ത് പോയി ജീവിക്കണ്ടേ, എൻ്റെ തണ്ടിൽ ചിലപ്പോൾ ബ്രേക്കാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എത്ര പേടിയുള്ള ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ വരാണ്ടിരിക്കുക. ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേക ശക്തിയൊന്നുമില്ല. ഈ ആണുങ്ങൾക്കില്ലാത്ത കഴിവ് പെണ്ണുങ്ങൾക്കുണ്ടല്ലോ, പെണ്ണുങ്ങൾ പേർന്നുണ്ടല്ലോ. അപ്പോൾ ആണുങ്ങളെക്കാളും ശക്തിയുള്ള പെണ്ണുങ്ങളുണ്ട്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവരിക. ഇതിനു മുമ്പ് നമ്മൾ കണ്ടല്ലോ ജാസ്മിൻ. അദ്ദേഹം എന്തുണ്ടായി, റോബിനോട് ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്ത് നിന്നൊരു മത്സരാർത്ഥിയല്ലേ, ശക്തിയിലും ഗെയിമിലും എല്ലാം. അപ്പോൾ ഇങ്ങനെ തൊട്ടാ പൊട്ടുന്ന വാഴപ്പിണ്ടിയുള്ള ഈ പെണ്ണുങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണ്ട. വേറെ ഒരെണ്ണം കിടന്ന് അവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ ശ്രീലേഖ. എന്തിനാ ഈ നടു തളർന്നതിനും ഇതുപോലെ തന്നെ ഗെയിം കളിക്കാൻ പറ്റാത്തതിനും ഒരു വാഴനെ കൊണ്ട് നട്ട പോലെയത് അവിടെ. അതിനൊക്കെ എന്നെ പുറത്താക്കേണ്ട സമയമെന്നറിയാം. അതിനൊക്കെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന അവിടെ. വേറൊരു വാഴയുണ്ട്, ഈ അർജുൻ. ഒരു പെണ്ണുങ്ങൾ ഇതിനേക്കാളും നന്നായി സംസാരിക്കും. എന്നിട്ട് മൂപ്പർക്ക് ഉണ്ടെന്നല്ലേ ഒരു ഗിഫ്റ്റ് ഏതോ ഒരു ആൾ കൊണ്ടുവന്ന് തള്ളി നോക്കണ്. ഇങ്ങനെ നാട്ടുകാർ കൊടുക്കണ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടയ്ക്ക് ഉണ്ടാവുമല്ലോ. ഇതൊന്നും അനുവദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആരെങ്കിലും കൊടുത്തോട്ടെ, എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഈ മത്സരാർത്ഥികൾക്ക് കൊണ്ടുവന്നിട്ട് അവരെ എൻകറേജ്മെൻറ്റ് ചെയ്യിക്കേണ്ട കാര്യം ബിഗ് ബോസിനില്ല. പുറത്ത് നടക്കണ എന്താണ്? അപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ എന്താ ഊമ്പാനിരിക്കുന്ന അവിടെ. അപ്പോൾ അവരെന്താ വിചാരിക്കുക, അവന് ഗിഫ്റ്റ് കിട്ടി, ബോക്സ് കിട്ടി, അവനെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പുറത്ത് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നില്ലേ? മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കില്ലേ? അതെന്താ ബിഗ് ബോസ് മനസ്സിലാക്കാത്ത? ഇപ്പം ഞങ്ങൾക്കും ഫ്രണ്ട്സുകൾ കുറേ ഉണ്ട്. ഞങ്ങൾ ഓരോ ഗിഫ്റ്റുകൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഓരോരുത്തർ അയച്ചു തന്നാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ്റെ വക ഒരു കിസ് കൊണ്ടുവന്ന ആൾക്ക് നാറി. പിന്നെ എന്നെ ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത് പെണ്ണുങ്ങളെ എടുത്തുനിന്ന് വർത്താനം പറയുള്ളൂ.
വായ തുറന്നൊരു ഒരു പ്രശ്നം ഉണ്ടായ ആ പ്രശ്നത്തിൽ മുൻകൂട്ട് അനങ്ങില്ല, ഒക്കെ പൊത്തിയേ പോയി ഒളിക്കുള്ളൂ. ഇപ്പോൾ വൈൽഡ് കാർഡായി കയറിയുള്ള സകല നാറികളും വാഴകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാഴയില്ലാത്ത നട്ടലുള്ള ഒരാളെ ബിഗ് ബോസ് നാടകം കളിച്ച് കുടുംബത്തേക്ക് വിട്ടു. ആളിപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ബിഗ് ബോസിനെതിരെ സംസാരിക്കാൻ പറ്റില്ല. ബിഗ് ബോസിനെതിരെ സംസാരിച്ചാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ബിഗ് ബോസ് ഷോ നടക്കുക, ബിഗ് ബോസ് ഷോ നടക്കുമ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുള്ള ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, അത് റോബിൻ മാത്രമേ ഉള്ളൂ. റോബിൻ അന്നും ഇന്നും എന്നും ചങ്കൂറ്റുള്ള ഒരു വ്യക്തി തന്നെയാണ് റോബിൻ. റോബിനേക്കാളും വലിയൊരു കളിക്കാരൻ അവിടെ വന്നിട്ടുമില്ല. കപ്പും കപ്പും ചപ്പൊന്നും വേണ്ട. മോഹൻലാൽ ഇന്നലെ പറഞ്ഞു കേട്ടു, ക്ഷമയുള്ള ഒരാൾ ഇതിനു മുമ്പ് ഒരു ബിഗ് ബോസിൽ വന്നിട്ട് ഏതോ ഒരു ഭാഷയിൽ ബിഗ് ബോസിൽ വന്നിട്ട് കപ്പും കൊണ്ടുപോയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ മോഹൻലാൽ ഒരു 100 ദിവസം വന്ന് കിടക്കട്ടെ, മൂപ്പര ക്ഷമയൊക്കെ എവിടെ പോയി നമുക്ക് പറഞ്ഞുതരാം. അത്ര വലിയ തോട്ടികൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വായാടികളും അതുപോലെ തന്നെ ഉള്ള ആൾക്കാരെയൊക്കെ ഇതിൽ ബിഗ് ബോസ് കൊണ്ടിട്ട് പോകുന്നത്. എന്നാലല്ലേ ഷോ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ആൾക്കാർ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഷോ ഇങ്ങനെയൊക്കെ തന്നെയേ പോവുള്ളൂ. ചവിട്ടി കുത്തി നടുവൊളുക്കി വായൊടിച്ച് എൻ്റെ പല്ല് പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട. നമ്മുടെ സിജോയ്ക്ക് കിട്ടിയ പോലെ ഇടിയും പേടി ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ വയറ്റിൽ ചവിട്ടും കിട്ടിയെന്ന് വരും. അങ്ങനെയുള്ള കളികളൊക്കെ ഇനി ഇവിടെ നടക്കാൻ പോണത്. ഇനി ഇവിടെ അങ്ങോട്ട് നല്ല ടഫായുള്ള കളികളാണ്. അപ്പോൾ അത്രയും വലിയ പേടിയുള്ള മക്കളെ എത്രയും പെട്ടെന്ന് കിറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും പിടിച്ച് തരില്ല. അപ്പോൾ ബിഗ് ബോസ് നിങ്ങളെ പിടിച്ച് പുറത്താക്കിയുള്ളൂ, അല്ലാണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ ഈ പ്രോഗ്രാം ഉപേക്ഷിക്കുക. താങ്കൾക്ക് പറ്റിയ പണിയല്ല. താങ്കൾ നല്ലൊരു മഹാനായ നടനാണ്, അടിപൊളി നടനാണ്. നിങ്ങൾക്ക് പറ്റിയ മേഖല അഭിനയം മാത്രമാണ്. നിങ്ങൾ നല്ല ആങ്കറല്ല. അപ്പോൾ അതുകൊണ്ട് പോരാത്തതിന് പെണ്ണുങ്ങൾ ഈ നിൽക്കുന്ന ഒരു ഷോയിൽ നിങ്ങൾ അതിൻ്റെ 7 അകലത്തേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പേരാ പെണ്ണുപിടി എന്ന് പറഞ്ഞുള്ളൂ. അത് വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുള്ളൂ. ആദ്യം തന്നെ മോഹൻലാൽ ചെയ്യേണ്ടത് വ്യക്തിത്വം കാത്ത് സൂക്ഷിക്കുക. അതിന് ആദ്യം ചെയ്യുന്നത് എന്താ, ഒരൊറ്റ പരസ്യത്തിൽ പോലും ഞാൻ അഭിനയിക്കില്ല എന്നുള്ളത് കോല് മുറിച്ചിടുക. ഈ ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു നാറിയ ഷോയിൽ ഞാൻ ആങ്കറായി വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു കോല് മുറിച്ചിടുക. ഒന്നുമില്ലെങ്കിലും കേരളത്തിലെ ഒരു കേണല്ലേ നമ്മളെ പ്രതികരിച്ച് കേരളത്തിൽ നിന്ന് പോയൊരു കേണലല്ലേ താങ്കൾ, അതിൻ്റെ മാന്യത കാക്കുക. ഇങ്ങനെയുള്ള ഈ കെട്ടിപ്പിടുത്തം, ചുംബനം, കെട്ടിപ്പിടിച്ച് കെടുക്കുക, ഇങ്ങനെ മുഴുവൻ തെറി പറയുക, മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ഭാഷകൾ സംസാരിക്കുക, ഇങ്ങനെയുള്ള ഷോയിൽ താങ്കൾ ഒരു ആങ്കറായി ഒഴിവാകുക. അടുത്ത സീസണിൽ മോഹൻലാലെ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ലാലേട്ടൻ വരാതിരിക്കുക. ലാലേട്ടനോട് ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, അത് താങ്കളുടെ അഭിനയത്തിനാണ്. ഇതുപോലെ വന്ന് കാണിക്കുന്ന അംഗങ്ങളെ ഞങ്ങൾ ഒരിക്കലും പിന്തുണയ്ക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.